أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب دمن بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. الحديث العشرون، 20 നമ്പർ ഹദീസാണ്. ഇതില് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഹയാഇനെ കുറിച്ചാണ്. സാധാരണ മലയാളത്തിൽ നമ്മൾ ലജ്ജ, നാണം, ഉളുപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഹയാ. ഹയാ ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസൊക്കെ നമുക്ക് കാണാം. 20-ാമത്തെ ഹദീസ്, അൻ അബി മസ്ഊദിൻ ഉഖബത ഇബ്നു അംറിൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ മസ്ഊദ് എന്ന് ഓമനപ്പേരുള്ള ഉഖബ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 72 ആളുകൾ പങ്കെടുത്ത 2-ാം അഖബയിൽ പങ്കെടുത്ത മഹാന്മാരിൽപ്പെട്ട ആളാണ്. അവര് ഈ റിപ്പോർട്ട് അനുസരിച്ച് അവര് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നിങ്ങൾ കണ്ടോ, ബദരീങ്ങളിൽപ്പെട്ട ഒരാളാകുമ്പോൾ അവരെ പേര് പറയുമ്പോൾ വലിയ മഹത്വമായി, ഒരു പവറായി, ഒരു അംഗീകാരമായി പറയുന്നതാണ് ബദ്രി എന്നുള്ളത്. ഒരു അഭിപ്രായ പ്രകാരം അവര് ബദറിൽ പങ്കെടുത്ത ആളാണ്. എന്തായാലും 2-ാം അഖബയിൽ പങ്കെടുത്ത ആളാണ്. ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. റവാഹുൽ ബുഖാരി. അപ്പോൾ ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇന്ന മിമ്മ അദ്റകൻ നാസു, ജനങ്ങൾ മനസ്സിലാക്കിയതിൽ പെട്ടതാണ്, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, ആദ്യകാല പ്രവാചകത്വത്തിന്റെ കലാമിൽ നിന്ന്, അതായത് പൂർവകാല പ്രവാചകന്മാരിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് തീർച്ചയായും എന്ത്, ഇദാലം തസ്തഹി, നിനക്ക് ഹയാ ഇല്ലെങ്കിൽ, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ, ഫസ്ന മാ ശിഅത, നീ ഉദ്ദേശിച്ചതിനെ നീ പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ വിശദീകരണങ്ങൾക്ക് വരാം. അതിന്റെ മുമ്പ്, മിൻ കലാമിൻ നുബുവത്തിൽ ഊല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ നുബുവത്ത്, ആ പ്രവാചകന്മാർ എല്ലാവരും ഉപദേശിച്ച ഒരു കാര്യമാണ് ഇത്. നിയമം ദുർബലപ്പെട്ടു പോകാത്ത, കാലഹരണപ്പെട്ടു പോകാത്ത, പഴയകാല
സമുദായങ്ങളിലെ പല നിയമങ്ങളും ഇന്നും ഇസ്ലാമിലുണ്ട്. എല്ലാ നബിമാരും അവരുടെ സമുദായത്തെ ഉപദേശിച്ച ഒരു ഉപദേശമാണ് ഇത്. മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരഭിപ്രായ പ്രകാരം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. രണ്ടാം അഖബയിൽ പങ്കെടുത്ത ആളാണ്. അതിനു പുറമെ 100 ഹദീസ് ഉദ്ധരിച്ച ആളാണ്. 100 ഹദീസ് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് പറയുന്ന ഈ ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആദ്യകാല പ്രവാചകന്മാരുടെ സംസാരത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിയത്, അവരൊക്കെ അവരുടെ സമുദായത്തെ ഉപദേശിച്ച ഒരു കാര്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ എത്ര പ്രവാചകന്മാര് വന്നു, എത്ര നബിമാർ അവരുടെ സമുദായത്തെ മുർസലീങ്ങൾ ഉപദേശിച്ചു, അവരാരും ഇത് പറയാൻ മറന്നുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വാക്കിന്റെ ഗൗരവവും അതിന്റെ വ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് അവരും നമ്മുടെ നബിയൊക്കെ മാലോകരോട് പറഞ്ഞത്? ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. അതാണ് വിഷയം. ഇദാലം തസ്തഹി, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ, ഫസ്ന, നീ ചെയ്യുക. ഫസ്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫഫഅൽ, നീ ചെയ്യുക, മാ ശിഅത, നീ ഉദ്ദേശിച്ചത്. അപ്പോ ഫസ്ന എന്ന് പറയുന്നത്, നീ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്, കീർത്തനയാണ്, അമ്രാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 3 കോലത്തിൽ ഇവിടെ അർത്ഥം ഉദ്ദേശിക്കാം. ഒന്ന്, ഈ അമ്ര ഒരു ഖബറിന്റെ അർത്ഥത്തിൽ, അതായത് നിങ്ങൾ ലജ്ജിക്കുന്നില്ലെങ്കിൽ, അയാള് ലജ്ജിക്കുന്നില്ലെങ്കിൽ, അന്ന മല്ലം യസ്തഹി സ്വനഅ മാ ശാ, ഒരാൾക്ക് ഉൾപ്പില്ലെങ്കിൽ പിന്നെ അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ ചെയ്യും എന്ന ഒരു വിവരം, ഒരു ഖബർ നമ്മളെ അറിയിച്ചതാണ്. വിചാരിച്ചതെല്ലാം ചെയ്യും. ആര്? ഉൾപ്പില്ലാത്ത ആള്. ഉൾപ്പുള്ള ആളുകൾ അങ്ങനെ തോന്നിയതുപോലെ ചെയ്യില്ല. അപ്പൊ നാണം, ലജ്ജ എന്ന് പറയുന്നത് ഒരാളിൽ ഉണ്ടോ, അവന് തോന്നിയതെല്ലാം അവൻ പ്രവർത്തിക്കില്ല. അവൻ പ്രവർത്തിക്കേണ്ടതേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഹയാ എന്ന് പറയുന്ന, നാണം എന്ന് പറയുന്ന ഒരു സംഭവം, ഹയാ എന്താന്ന് അതിന്റെ വിശദമായ അർത്ഥം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ലജ്ജ എന്ന് പറയുന്ന ആ ഹയാ ഒരാൾക്കില്ലെങ്കിൽ അവനെന്ത് ചെയ്യും? അവൻ ഉദ്ദേശിച്ചതൊക്കെ അവനിങ്ങനെ പ്രവർത്തിക്കും. അപ്പൊ തോന്നിയതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹയാ ഇല്ലാത്തതുകൊണ്ടാണ്. ഹയാ മനുഷ്യന് വേണം. ഹയാ ഈമാനിന്റെ ഭാഗമാണ്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഹദീസിന് ഇപ്പൊ നമ്മൾ അർത്ഥം വെച്ചതനുസരിച്ച് ഫസ്ന മാ ശിഅത എന്ന് അമ്രാണെങ്കിലും അവിടെ ഖബറാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ ഈ അമ്ര ഖബറിന്റെ മാനാക്കാണ്. ഹയാ ഇല്ലെങ്കിൽ അയാള് തോന്നിയത് അയാൾ ചെയ്യുന്നതാണ് എന്ന്. രണ്ടാമത്, ഫസ്ന, നീ ചെയ്യുക, മാ ശിഅത എന്ന് പറയുന്നത് ആ അമ്ര ഇബാഹത്തിന്റെ മാനാക്കാണ് എന്ന് പറയും. അതായത് ഒരു കാര്യം ചെയ്യുന്നതിൽ അള്ളാഹുവിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒന്നൊക്കെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല. അതായത് അത് ചെയ്യാൻ അള്ളാഹു താല അറിയല്ലോ. അപ്പൊ അള്ളാഹു താല അറിഞ്ഞാല് അത്, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞാല് അതൊരു മോശല്ലേ എന്നൊന്നും തോന്നുന്നില്ല. എന്നാ ഫഫഅലു, നിങ്ങളത് ചെയ്തോളൂ എന്ന കൽപ്പന. അത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഹലാലാണ്, നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അത് നമുക്ക് പെർമിഷൻ തരുന്ന ഒരു കാര്യം, അനുവദിച്ചു തരുന്ന ഒരു കൽപ്പനയാണ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമുക്കതിൽ അള്ളാഹു അറിയല്ലോ, അള്ളാഹു കാണല്ലോ എന്നൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ലജ്ജ നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ല. അങ്ങനത്തെ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോ അത് അള്ളാഹു താല അറിഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞു,
അപ്പൊ ഒരു കാര്യം അള്ളാഹുവിൽ നിന്നോ ആളുകളിൽ നിന്നോ നമുക്ക് അത് ചെയ്യുന്നതിനെ തൊട്ട് നമ്മുടെ ലജ്ജ നമ്മളെ തടയുന്നില്ലെങ്കിൽ ഫസ്നമാശീത്ത, നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ ഹലാലാണ്. അപ്പൊ ഈ അമ്ര് ഇത് ഇബാഹത്തിന്റെ അമ്രാണ് എന്ന് പറയാം. നമുക്ക് ആ കാര്യം അനുവദിച്ചു തരുന്ന അമ്ര്. അപ്പൊ ആ അർത്ഥത്തിലും അങ്ങനെയും ഇതിന് അർത്ഥം ഉദ്ദേശിക്കാം. ആ പറഞ്ഞതനുസരിച്ച് അമ്ര് ഇബാഹത്തിന്റെ അമ്രാണ്. ആദ്യം പറഞ്ഞതനുസരിച്ച് ഫസ്ന, നീ ചെയ്യുക എന്നുള്ള അമ്ര്, ആ അമ്ര് കൊണ്ടുള്ള മുറാദ് ഇൻഷാ അല്ല ഖബറാണ് എന്ന് ചുരുക്കം. മറ്റൊന്ന്, ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, നിനക്ക് ഉളുപ്പില്ലെങ്കിൽ ഫസ്ന മാഷി തജ് കണ്ടപോലെ ചെയ്തോന്ന്. എന്നാ പിന്നെ നമ്മളങ്ങനെ പറയില്ലേ, ഞാൻ പറഞ്ഞ കേൾക്കാനൊക്കെ നജുവിനെ കണ്ടായി നടന്നു. അത് തഹ്ദീദിനുള്ള വഈദിനുള്ള അംറ് എന്ന് അതിന് പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഭയപ്പെടുത്തി അറിയിക്കുകയാണ്, നമ്മളെ താക്കീത് ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം? ഇദാലം തസ്തഹി, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലെങ്കിൽ, ഫസ്ന മാഷീത്ത, നീ ഉദ്ദേശിച്ച് നബിനജി കണ്ടായിരിക്കും ചെയ്തോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ചെയ്യാതിരിക്കാനാണ്. അതാണ് തഹ്ദീദിന്റെ അമ്ര് എന്ന് പറഞ്ഞാൽ. നജി കണ്ടായി നടക്ക് എന്ന് നമ്മൾ പറയില്ലേ, അത് നടക്കാനല്ലല്ലോ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ആയത്തുകളുണ്ട്. ഒമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിച്ച ആളുകൾ വിശ്വസിക്കട്ടെ. ഒമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിച്ചവനെ വിശ്വസിക്കാതിരിക്കട്ടെ. മാണ്ഡ്യ വിശ്വസിച്ചാൽ മതി. അത് എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. അപ്പൊ ഇവിടെ ഇദാലം തസ്തഹി, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ, ലജ്ജ ലീബിനജ് കണ്ടായി നടന്നോ എന്ന് പറഞ്ഞാൽ ലജ്ജ വേണം, നീ കണ്ടതുപോലെ നടക്കരുത് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ ആദ്യം പറഞ്ഞ ഖബർ എന്ന അർത്ഥത്തിലായാലും രണ്ടാമത് പറഞ്ഞ ഇബാഹത്തിന്റെ മയനാക്ക് വെച്ചാലും മൂന്നാമത് പറഞ്ഞ തഹ്ദീദ് വഈദിന്റെ മയനാക്ക് ഇതിനെക്കുറിച്ച് ഇത് ഈ പറഞ്ഞാലും ഇതിന്റെ ഒക്കെ ധ്വനി മനുഷ്യന് ഹയാ, ലജ്ജ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ലജ്ജ രണ്ട് വിധമുണ്ട്. ഒന്ന്, അതിന് ഫിത്രിയായ ലജ്ജ എന്നാ പറയാ, പ്രകൃതിപരമായിട്ട് നമ്മൾ നാണം എന്നൊക്കെ പറയില്ലേ. രണ്ടാമത്തത് മുക്തസബായ ഇക്തിസാബിയായ ഹയാ എന്ന് പറയും. അത് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഫിത്രിയായ ഹയാവും അതുപോലെ ഇക്തിസാബിയായ, ചില ആളുകൾക്ക് ജന്മനാ തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രകൃതി തന്നെ ഭയങ്കര ലജ്ജയും നാണവും അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ചിലപ്പോ നമ്മള് പല കാര്യങ്ങളും നമ്മളത് ചെയ്യാത്തത്, ചെയ്യാൻ പാടില്ലാത്ത സംഗതി ചെയ്യാത്തത്, ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രകൃതി അതിനെതിരാണെങ്കിലും നമ്മള് അള്ളാഹുവിനെ ആലോചിച്ച് അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം ആലോചിച്ചിട്ട് നമ്മള് അത് ചെയ്യാൻ നാണിച്ചു നിൽക്കുന്നതാവും. അങ്ങനെയും ഉണ്ടാകും. നമ്മൾ സാധാരണ ഹയാ എന്ന് പറയാറുള്ളത്, ലജ്ജ എന്ന് പറയാറുള്ളത്, ഇപ്പൊ ചില ആളുകൾ മുഖം പൊത്തി ഇങ്ങനെ സംസാരിക്കും, തല താഴ്ത്തി ഇങ്ങനെ സംസാരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു നാണം, ഒരു മടി, അതിനെക്കുറിച്ച് ലജ്ജ എന്ന് പറയും. അത് സ്ത്രീകൾക്ക് അതൊരു അലങ്കാരമാണ്. സ്ത്രീകൾ തല താഴ്ത്തി സംസാരിക്കുന്നതും അതുപോലെ മുഖം മറച്ച് സംസാരിക്കുന്നതും അത് അവർക്കൊരു അഴകാണ്, ഒരു ഭംഗിയാണ്. ആണുങ്ങൾ സംസാരിക്കുന്നത് പോലെ അതേ വിധത്തിൽ പെണ്ണ് സംസാരിക്കുക എന്നുള്ളത് ആ ഒരു സ്ത്രീത്വത്തിന് യോജിച്ചതല്ല. അവർക്ക് അഴക്, അവർക്ക് ഭംഗി എന്ന് പറയുന്നത് ആ ശബ്ദം താഴ്ത്തിക്കൊണ്ടും അതുപോലെ തല താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടുള്ള സംസാരം. എന്നാൽ ആണുങ്ങൾ സംസാരിക്കേണ്ട രീതി അവർക്ക് വേറെയാണ്. യഥാർത്ഥത്തിൽ ഹയാ എന്ന് പറയുന്നത് എന്താണെന്ന് ചർച്ച ചെയ്ത് മഹാന്മാർ അതിന്റെ ഭാഷാപരവും മതപരവുമായ അർത്ഥങ്ങളെ
നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നമ്മുടെ സംസാരം നീണ്ടുപോകും. അതില് പറഞ്ഞതിന്റെ ഒരു ആകത്തുക എങ്ങനെയാണ്? ഹയാ എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ അത് ഈമാനിന്റെ ശാഖയാണ്. വൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഹയാ ഖൈറല്ലാതെ കൊണ്ടുവരികയില്ല. ഇങ്ങനെ ഹയാഇനെ കുറിച്ച് ധാരാളം ഹദീസുകൾ കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് എങ്ങനെയാണോ നമ്മൾ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുക. ഒരു സ്ഥലത്ത് എങ്ങനെയാണോ നമ്മൾ പെരുമാറാൻ പറ്റാത്തത് അങ്ങനെ പെരുമാറാതിരിക്കുക. ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം കുണുങ്ങി അവൻ സംസാരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, അതല്ല ലജ്ജ. നാണം നേരത്തെ പറഞ്ഞല്ലോ, അത് സാധാരണ നമ്മൾ പറയാറുള്ള ലജ്ജയാണ്. എന്നാൽ ശർഈയായ ലജ്ജ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണത്. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതായത് നിർബന്ധമായ കാര്യം, സുന്നത്തായ കാര്യം അത് ഒഴിവാക്കാൻ പാടില്ല. എന്നാൽ ചിലത് ചെയ്യാൻ പറ്റാത്ത ഹറാമ്, കറാത്ത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോ അതിൽ ആ ഹറാമും കറാത്തും പ്രവർത്തിക്കാൻ അവന് ലജ്ജയുള്ളത് കൊണ്ടാണ് അവനത് ഒഴിവാക്കും. നിർബന്ധമായ കാര്യം, സുന്നത്തായ കാര്യം ഒഴിവാക്കാൻ അവന് ലജ്ജയാണ്. നിസ്കാരം അവൻ ഒഴിവാക്കാൻ അവൻ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നു. അപ്പോ ആ ലജ്ജ കാരണം അവനത് ചെയ്യും. ഇപ്പോ നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്തായി? നമ്മുടെ ഇസ്ലാമിലെ 5 വിധികൾ, അതായത് ഹറാമ്, കറാഹത്ത്, സുന്നത്ത്, വാജിബ്, ഈ 4 എണ്ണവും പിന്നെ മുബാഹ്, ഹലാല്. അപ്പൊ ഒരു ഹലാലായ കാര്യം ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ജായിസാണ്, അത് ഒഴിവാക്കുക എന്നുള്ളതും ജായിസാണ്. അപ്പൊ അതിന്റെ വിധിയും മുബാഹാണ്. ഇങ്ങനെ 5 കാര്യങ്ങളെയും 5 നിയമങ്ങളെയും അൽ അഹ്കാമുൽ ഖംസ അശ്ശറഇയ്യ, ഈ 5 എണ്ണത്തിനെയും ഉൾക്കൊള്ളിക്കുന്നതാണ് ഹയാ എന്ന് പറയുന്നത്. നിർബന്ധമായത് നിർബന്ധമായും ചെയ്യുക, സുന്നത്തായതും നമ്മൾ ചെയ്യുക, അത് ഒഴിവാക്കുന്നതിൽ നമുക്ക് ലജ്ജ വേണം. ഹറാമും കറാഹത്തും അത് ചെയ്യുന്നതിനെ തൊട്ട് നമുക്ക് ലജ്ജ വേണം. ഇങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 വിധിവിലക്കുകളെയും ഉൾക്കൊള്ളുന്നതാണ് ഹയാ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യം മിൻ കലാമിൻ നുബുവത്തിൽ ഊല എന്ന് പറഞ്ഞാൽ പൂർവികരായ എല്ലാ നബിമാരും ഒത്തുസമ്മതിച്ച, നബിമാർക്കിടയിലും അവരുടെ നിയമങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പൊ ഹയാ എന്നത് മംദൂഹായ, സ്തുത്യർഹമായ, പ്രശംസനീയമായ ഒരു കാര്യമാണ് ഹയാ. എന്നാൽ മദ്മൂമായ ഹയാ ഉണ്ട്, അതായത് ആക്ഷേപാർഹമായ ഒരു ഹയാ. ഇപ്പൊ ഒരാള് സംസാരിക്കേണ്ട സ്ഥലത്ത് അയാൾ സംസാരിക്കുന്നില്ല, ഓ മടിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ കാണാം, ഹയാ ഉർ റജുലി ഫി ഗൈരി മൗദുഇഹി. ഒരു അസ്ഥാനത്ത് ഒരു പുരുഷൻ ഇങ്ങനെ നാണിച്ചു നിൽക്കുക. ഒരാള്, അയാളാണ് അവിടെ സംസാരിക്കേണ്ടത്, അയാൾ അവിടെ സംസാരിക്കണം, അയാൾ അവിടെ ഇടപെടണം. പക്ഷെ അയാൾക്ക് ഭയങ്കര മടിയാണ്, നാണമാണ്. എന്ത് പറഞ്ഞിട്ടും അയാള് അത് ചെയ്യുന്നില്ല എങ്കിൽ അത് ളുഅഫുൻ, അത് ബലഹീനതയാണ്, അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ലജ്ജയല്ല, അത് അവന്റെ വലിച്ചയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത് കാണാം, ലജ്ജ 2 വിധമാണ്. അൽ ഹയാഉ ഹയാആനി. ഒന്ന് മിനൽ ഈമാൻ, ഈമാനിൽ നിന്നുള്ളതാണ്, ഈമാനിൽപ്പെട്ട ഹയാ. മറ്റൊന്ന് അശക്തതയാണ്, അവന്റെ ഡിഫക്റ്റ്, അവന്റെ ഒരു പോരായ്മയാണ്, അവന്റെ ഒരു ദൗർബല്യമാണ്.
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞ ലജ്ജ അത് ഈമാനിൽപ്പെട്ടതാണ്. എന്നാൽ ഉണ്ടാവരുത്, ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും, അതുപോലെ നമ്മൾ എഴുതേണ്ടി വരും, ഇങ്ങനത്തെ നമ്മൾ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ. അത് ഒഴിവാക്കുക, അത് ഈമാന്റെ ഭാഗമല്ല, അത് യഥാർത്ഥത്തിൽ അവന്റെ ഒരു ളുഅഫാണ്, അവന്റെ ദൗർബല്യമാകുന്നു. എന്നാലും ഈ നാണം എന്ന് പറയുന്ന ലജ്ജ സഹോദരിമാര് ശരിക്കും മനസ്സിലാക്കണം. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ ഖാലത് ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. സൂറത്തുൽ ഖസസിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് പെൺകുട്ടികൾ വന്നൊരു സംഭവം, അവരിങ്ങനെ നാണിച്ചുകൊണ്ട് വെള്ളമെടുക്കാൻ വരുന്ന ഒരു സംഭവം പറയുന്നു. പെണ്ണിന് ഹയാ എന്നത് നല്ലതാണ്. അതിന് പുറമെ ഹയാ ഉണ്ടെങ്കിൽ, നമ്മൾ നാണം എന്ന് പറയുന്ന ഒരു സംഗതി, ഉളുപ്പ്, ചിലർക്ക് എന്ത് ചെയ്യാനും മടിയില്ല, എന്ത് പറയാനും, അതൊരു നല്ല ക്വാളിറ്റി അല്ല. ചെയ്യേണ്ടത് ചെയ്യാം, അതാണ് അത്. ഉളുപ്പ് എന്ന് പറയുന്ന, ഹയാ എന്ന് പറയുന്ന ഈമാനിന്റെ സ്വഭാവമാണ്. ഈമാനുള്ള ആളുകൾക്ക് ഇഫ്ഫത്ത് ഉണ്ടാകുമെന്നാണ്, ചാരിത്രശുദ്ധി ഉണ്ടാകും. അവര് എല്ലായിടത്തും കയറി പോവുകയോ വേണ്ടാത്തരങ്ങൾ ചെയ്യുകയോ ഇല്ല. അതുപോലെ വഫാ എന്നത് അവർക്കുണ്ടാകും. അതായത് ഒരാള്, ഒരു മനുഷ്യനിൽ രണ്ട് സംഗതി ഒരുമിച്ച് കൂടൂലാണ്. ഒന്ന് കളവും, അതുപോലെ മുറുവത്തും. ഈ മുറുവത്തിന് 3 നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സത്യസന്ധതയുണ്ടാകും, അതുപോലെ കരാറ് പൂർത്തിയാക്കുക എന്നുണ്ടാവും, അതുപോലെ ലജ്ജയുണ്ടാകും. അപ്പോ ഒരു മനുഷ്യന്റെ അവന്റെ മാന്യതയിൽപ്പെട്ട ഒരു സംഗതിയാണ് ലജ്ജ എന്നുള്ളത്. അപ്പൊ ലജ്ജയുള്ള ആളുകൾ മാന്യന്മാരായിരിക്കും. അപ്പൊ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ലജ്ജയുണ്ട്, നമ്മൾ നാണം എന്ന് പറയുന്നത്, അത് മനുഷ്യന് ആവശ്യമാണ്, അത് സ്ത്രീകൾക്ക് ഭംഗിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, ശറഅ് പറഞ്ഞിരിക്കുന്ന ഈ ഹയാ അത് നിർബന്ധമായതുണ്ട്, അത് സുന്നത്തായതുണ്ട്. അപ്പോ അത് നമ്മൾ നിർവഹിക്കണം. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കണം, അതും ഹയാ ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ നബിമാരും അവരുടെ സമുദായത്തോട് പറഞ്ഞതും അവര് ജീവിച്ച് കാണിച്ചു കൊടുത്തതും ഒക്കെ ഈ ഹയാ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇദാലം തസ്തഹി, എനിക്ക് ലജ്ജ തോന്നുന്നില്ലെങ്കിൽ, ഈ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനിപ്പോ എനിക്ക് ഹയാ വരുന്നില്ല, ആളുകൾ അറിയല്ലോ, അള്ളാഹു കാണുമല്ലോ എന്നൊരു വിഷയത്തെക്കുറിച്ച് തോന്നുന്നില്ലെങ്കിൽ, ശറഅയില് അതിൽ പ്രത്യേകമായ കൽപ്പന ഒന്നും കാണുന്നില്ല എങ്കിൽ അത് ചെയ്യരുത് എന്ന് ശറഅ് പറഞ്ഞിട്ടില്ല, കറാഹത്താന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഫസ്നാ മാ ശിഅ്ത, നിങ്ങൾക്ക് ചെയ്യാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോ റബീഉൽ അവ്വൽ വരാൻ പോവാണ്. നബിദിനം നമ്മൾ കഴിക്കാറുണ്ട്. ഈ നബിദിനം എന്ന് പറയുന്ന ഒരു കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുവീൻ എന്ന് ശറഅ് പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെ ആയത്തോ ഹദീസോ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യണത്? സ്വതക്ക കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് പറയാണ്, ഇതൊക്കെ നല്ല കാര്യമാണല്ലോ, അപ്പൊ ചെയ്ത് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ അള്ളാഹ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ ആളുകളിൽ നിന്നും നമുക്കതിന് ലജ്ജ തോന്നുന്നില്ല എങ്കിൽ നിങ്ങളത് ചെയ്യുക എന്ന്, ഇതിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്കിതിൽ നിന്ന് വലിയ വാതിൽ തുറക്കുകയാണ്. കാരണം എന്താ? അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ, എല്ലാ കാര്യങ്ങളിലുമുള്ള അടിത്തറ അത് ഇബാഹത്താണ്, അത് ഹലാലാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു സംഗതി ശറഅ് നമ്മളോട്, ഇപ്പൊ നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കുന്നു, അതെല്ലാം കഴിക്കണം, ബിരിയാണി കഴിക്കണം, മന്തി കഴിക്കണം, കബ്സ കഴിക്കണം, ഇതൊക്കെ പാടെ ശറഅ് നമ്മൾ പറഞ്ഞില്ലല്ലോ. അതിപ്പോ ആയത്തോ ഹദീസോ കൊണ്ടോ സ്ഥിരപ്പെട്ടത് കൊണ്ടല്ല. ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകമായ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം, അപ്പൊ അത് കഴിക്കരുത്. അല്ലാത്തതൊക്കെ നമുക്ക് ഹലാലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തതുപോലെ
ഏത് കാര്യമാണെങ്കിലും ശറഅ് നമ്മളെ വിരോധിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയാണ് ആയത്തിലുള്ളത്, വമാ ആതാക്കുമുർ റസൂൽ ഫഖുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ എടുക്കുക, പിന്നെ കൊണ്ടുവരാത്തത് നിങ്ങൾ ഒഴിവാക്കുക എന്നല്ല ഖുർആൻ പറഞ്ഞു. കൊണ്ടുവന്നത് നിങ്ങൾ എടുക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ശരിക്കും പറയേണ്ടത് കൊണ്ടുവരാത്തത് ഒഴിവാക്കുക എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങല്ല, വമാ നഹാക്കും അൻഹു ഫൻതഹു, നിങ്ങളെ വിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കുക. ആ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി. വിരോധിച്ചിട്ടില്ല എങ്കിൽ അപ്പോ നബിദിനം കഴിക്കരുത് എന്ന് ഒരായത്തിലോ ഒരു ഹദീസിലോ ഇല്ലല്ലോ. അങ്ങനെ വിരോധിച്ചിട്ടില്ല എങ്കിൽ വമാ നഹാക്കും അൻഹു ഫൻതഹു, വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക, വിരോധിച്ചിട്ടില്ലെങ്കിൽ അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ, എല്ലാ കാര്യങ്ങളിലുമുള്ള അടിസ്ഥാനം അത് ഇബാഹത്താണ്, നമുക്ക് ആ സംഗതി ഹലാലാണ്. ശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ സൂറത്തു തഹരീമിൽ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി നിങ്ങൾ എന്തിനാ ഹറാമാക്കുന്നു. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ ഹദീസിലെ ആശയം ഉൾക്കൊണ്ട് നമ്മുടെ സംസാരം അതില് ഹയാ വേണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഹയാ വേണം. എല്ലാം ചെയ്യുക, എല്ലാം പ്രവർത്തിക്കുക, എല്ലായിടത്തും സംസാരിക്കുക, കണ്ടതുപോലെ ചെയ്യുക എന്നുള്ളത് ഹയാ ഇല്ലാത്തതിന്റെ അടയാളമാണ്. അത് അമ്പിയാക്കന്മാരുടെയും സ്വാലിഹ്യങ്ങളുടെയും ലക്ഷണമല്ല, സ്വഭാവമല്ല. ഈ ഒരു ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.